Celebrating 50 years. Majestic Jewelers. വെട്ടത്ത് പുതിയങ്ങാടി യാഹും തങ്ങൾ ഔലിയയുടെ വലിയ നേർച്ച കോവിഡ് മാനദണ്ഡങ്ങളോടെ നടത്താൻ തീരുമാനം. പെട്ടിവരവുകൾക്ക് അനുമതിയില്ല. ഞായറാഴ്ച നടത്തേണ്ട കൊടിയേറ്റം തിങ്കളാഴ്ചയിലേക്ക് മാറ്റി. 24 ഉച്ചയ്ക്ക് 2:30 തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡിവൈഎസ്പി വി ബെന്നി ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ കല്ലിങ്ങൽ സിദ്ദിഖ്, കെ.പി. ബാപ്പു എന്നിവർക്ക് കൊടി കൈമാറും. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് വെട്ടത്ത് പുതിയങ്ങാടി യാഹും തങ്ങൾ ഔലിയയുടെ വലിയ നേർച്ച പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടത്താൻ തീരുമാനിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ തിരൂർ താലൂക്ക് ഓഫീസിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും നേർച്ച കമ്മിറ്റി ഭാരവാഹികളുടെയും യോഗത്തിലാണ് ഈ തീരുമാനം. കമ്മിറ്റി ഭാരവാഹികളുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് 23-ാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ട്, അന്ന് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് 23-ാം തീയതിയിലെ പരിപാടി 24-ന് തിങ്കളാഴ്ച നടത്താനും പെട്ടിവരവ് എന്നുള്ള നടപടികൾ ഇല്ല, അത് ഒഴിവാക്കിക്കൊണ്ടും അതുപോലെ മറ്റ് വലിയ കൊടിമരം ഉയർത്തുന്നത് ആചാരപരമായ ചടങ്ങ് മാത്രമാക്കി ചുരുക്കിക്കൊണ്ടും നേർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനമായിട്ടുള്ളത്. അപ്പോൾ ഇതിന് എല്ലാ ജനങ്ങളും സഹകരിക്കുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ പ്രത്യേക സാഹചര്യത്തിൽ ഇത് ആചാരപരമായ ചടങ്ങ് മാത്രമാക്കിക്കൊണ്ട് നടത്താനാണ് ഇന്ന് കൂടിയ യോഗ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. കഞ്ഞിക്കാരുടെ വരവും ചാപ്പക്കാരുടെ വരവും അടക്കം നിരോധിച്ചിട്ടുണ്ട്. കൊടിയേറ്റ വരവ് ആചാരമനുസരിച്ച് നടക്കും. പോലീസ് സ്റ്റേഷൻ തന്നെ കൊടി കെട്ടിക്കൊടുക്കുകയും അതിനുശേഷം അവിടുന്ന് ഘോഷയാത്ര ആരംഭിക്കുന്നത്, ഘോഷയാത്ര എന്ന് പറയാനില്ല, ചെറിയ തോതിലുള്ള ഒരു ഘോഷയാത്രയായിട്ട് ബോയ്സ് ഹൈസ്കൂളിൻ്റെ അവിടുന്ന് മാത്രം കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ പോലെ തന്നെ അതിൽ പരമാവധി ആൾക്കാരെ കുറച്ചുകൊണ്ട് കൂടുതൽ ആൾക്കാർ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ചടങ്ങിന് വേണ്ട കമ്മിറ്റിക്കാരും അത് മാത്രം, അല്ലാതെ കൂടുതൽ ആൾക്കാരുണ്ടാവില്ല. അങ്ങനെയുള്ളൊരു ചടങ്ങായിട്ട് മാത്രമാണ് ഘോഷയാത്ര പോകുന്നത്. ആ ഘോഷയാത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ പെട്ടിവരവുകളൊന്നും വേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോവിഡ് അത്രയും രൂക്ഷമാണ്, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ ഇനി അതിനുശേഷം അവിടെ വരുന്ന ആളുകളാണെങ്കിലും ശരി, ഇത് ശ്രദ്ധിച്ചു പോകേണ്ടതാണ്. കച്ചവടക്കാരൊക്കെ ഇതിപ്പോൾ നേരത്തെ നമ്മൾ അറിയാത്തതുകൊണ്ട് പല കച്ചവടക്കാരും വന്നിട്ടുണ്ട്. ആ കച്ചവട സ്ഥാപനങ്ങളിലും ചെറിയ പുതുതായിട്ട് വന്നിരിക്കുന്ന ഷെഡുകളിലൊന്നും ആൾക്കാർ കൂടുതൽ കൂട്ടം കൂടാൻ പാടില്ല. ഒരുപാട് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ഒരു 2-3 ആഴ്ച കൊണ്ടാണ് ഇത്രയും കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഇനിയും ഫെബ്രുവരിയാണ് ഇതിൻ്റെ പീക്കായിട്ട് വരുന്നത്. അപ്പം ഇനിയും മുമ്പോട്ട് കൂടുതൽ ആൾക്കാർക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു നിയന്ത്രണം വെച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. എല്ലാവരും അതിന് സഹകരിക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കുന്നത്. തിരു RDO സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഡിവൈഎസ്പി വി ബെന്നി, തഹസിൽദാർ പി ഉണ്ണി, CI MJ ജിജോ, SI ജലീൽ കറുത്തേടത്ത്, തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പ, നേർച്ച കമ്മിറ്റി ചെയർമാൻ കല്ലിങ്ങൽ സിദ്ദിഖ്, കൺവീനർ KP ബാപ്പു, T ഷാജി, PT ഷെഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ 3 ദിവസവും ഈ ആറത്തിങ്ങൾക്ക് ഭക്തന്മാർ വരിക സാധാരണ ഉള്ള രീതിയിൽ അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ള പെട്ടിവരവുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ ഐറ്റംസും കമ്മിറ്റിൻ്റെ ഭാഗത്തുനിന്നോ മറ്റുള്ളതോ ഉണ്ടായിരിക്കില്ല, നേർച്ചൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കില്ല.